पूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्। स्वामिये शरणमय्यप्पा। स्वामी शरणं अय्यप्पा, शरणं अय्यप्पा, शरणं तरणं अय्यप्पा, स्वामी अय्यप्पा। स्वामी शरणं अय्यप्पा, शरणं अय्यप्पा, शरणं तरणं अय्यप्पा, स्वामी अय्यप्पा। ആനന്ദത്തിരയിളക്കി അകതാരിൽ നീ നിറഞ്ഞു ആറാട്ടീനെഴുന്നള്ളും ഭൂതനാഥ സ്വാമി ആനപ്പുറമേഴുന്നള്ളും ഭൂതനാഥ ആറാട്ടീനെഴുന്നള്ളും ഭൂതനാഥ സ്വാമി ആനപ്പുറമേഴുന്നള്ളും ഭൂതനാഥ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ പമ്പയാറിൻ പൊന്മണിയായും പന്തളേശൻ കൺമണിയായും പാർവണം പോൽ പിറന്ന ഭൂതനാഥ സ്വാമി പൊന്നമ്പല മണികണ്ഠനെ ഭൂതനാഥ പാർവണം പോൽ പിറന്ന ഭൂതനാഥ സ്വാമി പൊന്നമ്പല മണികണ്ഠനെ ഭൂതനാഥ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ പണ്ട് മോഹിനിയായ ഹരിയിൽ മോഹിതനായ ഹരനിൽ ഉദിച്ചവനെ ഭൂതനാഥ സ്വാമി ഹരിഹര തനയന ഭൂതനാഥ ഹരനിൽ ഉദിച്ചവനെ ഭൂതനാഥ സ്വാമി ഹരിഹര തനയന ഭൂതനാഥ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ ശബരിഗിരി കൈവല്യമേ ശരണാഗതി തേടുന്നോർക്ക് സങ്കടങ്ങൾ ഒഴിപ്പവനെ ഭൂതനാഥ സ്വാമി എന്നെന്നും കൃപ തരണേ ഭൂതനാഥ സങ്കടങ്ങൾ ഒഴിപ്പവനെ ഭൂതനാഥ സ്വാമി എന്നെന്നും കൃപ തരണേ ഭൂതനാഥ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ കത്തുന്ന ആഴി പോലെ സ്വച്ഛന്തം എന്നെ എന്നും കാത്തുകൊള്ളേണം ദേവാ ഭൂതനാഥ സ്വാമി കൃത്തിൽ വിളയാടേണം ഭൂതനാഥ കാത്തുകൊള്ളേണം ദേവാ ഭൂതനാഥ സ്വാമി കൃത്തിൽ വിളയാടേണം ഭൂതനാഥ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം തരണം അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമിയേ ബഹൻജി, ഇന്നത്തെ ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഓം ശാന്തി. സന്നിധാനത്തിലെത്തി നെയ്ത്തേങ്ങയിൽ നിന്ന് നെയ്യെടുത്ത് ആ തേങ്ങയെ കൽപ്പൂരാഴിയിൽ എറിയണം പറയും. പക്ഷേ ചിലരെന്ത് ചോദിച്ചാൽ അതിനെ ഒരു പ്രസാദ രൂപേണ വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അങ്ങോട്ട് പങ്കിട്ട് കൊടുക്കും പ്രസാദം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ചിലർ 2 മൂടി, ചിലർ 1 മൂടി അവിടെ ഇടും, 1 മൂടി വീട്ടിലേക്ക് പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷേ കൽപ്പൂരാഴിയിൽ നിർബന്ധമായിട്ടും അതിനെ എരിക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താ നാളികേരം? ശരീരം,
ശരീരമാണെന്ന ആ ബോധം പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ടറിയാം. നമ്മുടെ ദുരഭിമാനത്തെ കത്തിച്ചു കളയണം. ബാക്കി അവശേഷിക്കുന്നത് എന്താണ്? സ്വാഭിമാനം, സെൽഫ്. ഞാൻ പരമാത്മ സന്താനമാണ്, ഈശ്വരൻ്റെ സന്താനമാണെന്നുള്ള ആ ചൈതന്യബോധത്തെ നിലനിർത്തുക. അതുമാത്രമേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അതാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. ആത്മനിവേദ്യം എന്നല്ലേ പറയണം. ആത്മാവിനാണ് പരമാത്മാവിനോട് ബന്ധം. ജീവിതത്തിലേക്ക് നമ്മൾ നോക്കൂ, നമുക്ക് ഉപകാരപ്പെടുന്നത് ചൈതന്യബോധമാണ്. ജഡബോധം വന്നാൽ എന്താ സംഭവിക്കുക? അങ്ങനെ പറയാറുണ്ടല്ലോ, നാളികേരം എന്തുകൊണ്ട് അവിടെ കത്തിക്കാൻ പറയണത്? ജഡാണെന്നാണ് പറയാം. ജഡത്തെ കത്തിച്ചു കളയും. ജഡത്തെ എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക, കത്തിച്ചു കളയും. അപ്പം ജഡമാണെന്ന ബോധം, ശരീരമാണെന്ന മാത്രം ബോധത്തിൽ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾ മഹിഷിയായിട്ട് മാറും. വീണ്ടും മഹിഷി ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പം മഹിഷിയെ നമുക്ക് കൊന്നുകളയണമെങ്കിൽ എന്ത് വേണം? മഹിഷി നിഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ, ദുർവികാരങ്ങളെയും ദുശീലങ്ങളും ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകണമെങ്കിൽ ഈ ശരീരമാണെന്ന ജഡബോധത്തിനുപരി എന്ത് വേണം? ചൈതന്യബോധത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറണം. അപ്പം എനിക്ക് ഓർമ്മ വരുന്ന, പണ്ട് ഒരു സിംഹക്കുട്ടി ആട്ടിൻകുട്ടികളുടെ കൂട്ടത്തിൽ പെടും. ഒരു കൂട്ടം ആടുകളുടെ ഇടയിലാണ് ആ സിംഹക്കുട്ടി വളരുന്നത്. ആടിൻ്റെ കൂട്ടത്തിൽ വളരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ആടിനെ പോലെ സൗണ്ട് ഉണ്ടാക്കും, ആട് കഴിക്കുന്ന ഇല കഴിക്കും. സിംഹക്കുട്ടിക്ക് അറിയില്ല ഞാൻ സിംഹക്കുട്ടിയാണെന്ന്, കാരണം വളർത്തുന്നത് ആടുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആട്ടിൻകൂട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ സിംഹക്കുട്ടി. ഈ ആടുകളുടെ കൂട്ടത്തെ ദൂരെ നിന്നൊരു സിംഹം കാണും. അപ്പോൾ ഈ കൂട്ടത്തിൽ സിംഹക്കുട്ടിയെ കാണും. അപ്പോൾ ഈ സിംഹത്തിന് അത്ഭുതം, അയ്യോ നമ്മുടെ കൂട്ടത്തിൽ ഒരാളിത് ഈ ആടിൻ്റെ കൂട്ടത്തിൽ, എന്നിട്ട് ആ ആടിനെ പോലെ കരയുന്നു, ആട് കഴിക്കുന്നത് പോലെ തന്നെ ഇലകൾ കഴിച്ചുകൊണ്ട് നടക്കണം. ഇത് കണ്ടപ്പോൾ സിംഹത്തിന് തോന്നി, ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് നമ്മുടെ സിംഹക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഈ ആട്ടിൻകൂട്ടം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പിന്നാലെ പതുക്കെ പോയിട്ട് ഈ സിംഹക്കുട്ടിയെ മാറ്റിയിട്ട് ഈ സിംഹം കൊണ്ടുവന്നിട്ട് പറയും, വാ വാ വാ, നീ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആളാണ്. അപ്പോൾ ഈ സിംഹക്കുട്ടി ആട്ടിൻകുട്ടിയെ പോലെ കരയും. ഒയ്യോ ഞാൻ ആടാണ് 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 എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. അപ്പം സിംഹം പറയും, അല്ലല്ല നീ സിംഹക്കുട്ടിയാണ്, നോക്ക് എന്ന് പറഞ്ഞിട്ട് സിംഹം അലറും. എന്നെപ്പോലെ നീ ഒന്ന് അലറ്, നിനക്ക് അലറാൻ പറ്റും. അപ്പോൾ സിംഹക്കുട്ടി അലറാൻ ശ്രമിക്കും, പക്ഷേ ആട്ടിൻകുട്ടിയുടെ ശബ്ദമേ വരുള്ളൂ. പിന്നെ എത്ര പറഞ്ഞിട്ട് ഈ സിംഹക്കുട്ടിക്ക് ഇത് മനസ്സിലാവണില്ല സിംഹക്കുട്ടിയാണെന്ന്. ഉടനെ ഈ സിംഹം എന്ത് ചെയ്യും? ഈ സിംഹക്കുട്ടിയെ കൂട്ടിയിട്ട് ജലാശയത്തിൻ്റെ അടുത്തേക്ക് പോകും. ജലാശയത്തിൻ്റെ അടുത്ത് പോയിട്ട് മുഖം കാണിച്ചു കൊടുക്കും. അപ്പം മുഖം കാണുമ്പോൾ സിംഹത്തിൻ്റെ മുഖം, അപ്പോൾ മനസ്സിലൊരു ചെറിയ തോന്നൽ വരാൻ തുടങ്ങി, ഓഹോ ഞാൻ സിംഹക്കുട്ടിയാണോ? എന്നിട്ട് ഈ സിംഹം പറയും, ഇനി നീ അലറ്, സൗണ്ട് ഉണ്ടാക്കി കാണിക്കും സിംഹം. അപ്പോൾ ഈ സിംഹക്കുട്ടി ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഗർജന സൗണ്ട് വരും. അപ്പോഴാണിത് മനസ്സിലാക്കണ, ഓ ഞാൻ സിംഹക്കുട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയണേ, കർപ്പൂരാഴിയിലേക്ക് തേങ്ങ കത്തിച്ചു കളയും. കത്തിച്ചു കളയുമ്പോൾ ഈ ജഡബോധം കത്തുമ്പോഴേ നമ്മൾ സിംഹക്കുട്ടിയാണെന്ന ബോധം നമ്മളിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും എന്ത് ചെയ്യും? ആട്ടിൻകുട്ടിയെ പോലെ മേ മേ മേന്ന്, ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ എങ്ങനെയല്ലേ, നമ്മളും അതുപോലെ. ഹിന്ദിയിൽ മേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ. നമ്മളും അത് വിളിച്ച് കരഞ്ഞുകൊണ്ടല്ലേ നടക്കണേ. ഞാൻ എൻ്റെ ഞാൻ ഇന്നടത്ത് ഇന്നയാളാണ്, എൻ്റെ കഴിവ്, എൻ്റെ നേട്ടം, എൻ്റെ പഠിപ്പ്, എൻ്റെ പണം, എൻ്റെ ഞാൻ ഉണ്ടാക്കിയത്. ഈ ഞാൻ എന്നുള്ള ആട്ടിൻകുട്ടി കരച്ചിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. നമുക്കെന്ത് ചെയ്യണം? ആട്ടിൻകുട്ടിയിൽ നിന്ന് സിംഹക്കുട്ടിയാണ്. കാരണം നമ്മളെല്ലാവരും സിംഹക്കുട്ടികളാണ്. അർത്ഥം എന്താണ്? പരമാത്മ സന്താനം ആത്മാവാണ്. ആത്മാവിലുള്ളത് ആത്മീയ ഗുണങ്ങളും ശക്തികളും വിവേകവുമാണ്. പരമാത്മാവാകുന്ന അച്ഛൻ്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ ആ അച്ഛൻ്റെ പക്കലുള്ള സർവസ്വവും നമ്മുടെ പക്കലുണ്ട്. സർവശക്തികളും സർവഗുണങ്ങളും സർവ നന്മകളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെയില്ല. ഭഗവാന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മക്കൾക്കും ചെയ്യാൻ പറ്റും. എല്ലാ നന്മകളും ആർക്ക് വേണമെങ്കിലും എത്രത്തോളം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളോടും പറയുന്നത്, അപകാരിക്ക് ഉപകാരം ചെയ്യൂ. കാരണം ഈശ്വരൻ അതാ ചെയ്യണേ. അപ്പം നമുക്കും അത്രത്തോളം ഉണ്ട് നമ്മുടെ ഉള്ളിൽ ശക്തികൾ, നമ്മുടെ വിശേഷതകൾ. അത് തിരിച്ചറിയാൻ നമുക്ക് ഈ ജലാശയത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നത് പോലെ ഈ മണ്ഡലകാലം ആ ജലാശയത്തിൻ്റെ ജോലി ചെയ്യുന്നൊരു കണ്ണാടിയുടെ ജോലി ചെയ്യണം.
അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറയണേ? നാളികേരം അഴിയിൽ കത്തിച്ചു കളയും. സ്വാഹ. ബഹൻജി സ്വാഹ ചെയ്യണു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഭാരതീയർക്ക് വേദകാലം തൊട്ട് തന്നെ ഒരു യജ്ഞ സംസ്കാരമുണ്ട്. അതിൽ പലതും സ്വാഹ ചെയ്യുക എന്നുള്ളൊരിത്. അതുപോലെ തന്നെ ഈ കൽപ്പൂരാഴി മണ്ഡലകാലം മുഴുവനും എരിഞ്ഞ കത്തി ജ്വലിക്കും മാതിരി നമ്മൾ നാട്ടിലും പല യജ്ഞങ്ങൾ നടത്താറുണ്ട്. അതായത് ലോകശാന്തിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ധനധാന്യ സമൃദ്ധിക്ക്, അല്ലെങ്കിൽ മഴ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല യജ്ഞങ്ങളും നടത്താറുണ്ട്. അവിടെയും ഹോമകുണ്ഡങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതും കത്തിജ്വലിക്കും, അവിടെയും കുറേ സ്വാഹ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് എന്താ നേട്ടം? നേട്ടമില്ലാത്തൊരു കാര്യവും നമ്മൾ മനുഷ്യർ ചെയ്യില്ലല്ലോ. കാരണം മാനവൻ്റെ ബുദ്ധി എപ്പോഴും പോകുന്നത് എവിടേക്കാണ്? എവിടുന്ന് ലാഭം? അപ്പോൾ ഈ യജ്ഞ സംസ്കാരം നമുക്ക് വന്നത്, യജ്ഞ സംസ്കാരം എന്നാണ് പറയുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ സദുദ്യമം. അപ്പം നമ്മൾ പറയില്ലേ ശുചീകരണ യജ്ഞം. എന്തിനാണ് നടത്തുന്നത്? നമ്മുടെ നാടും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി വയ്ക്കാൻ ഒരു കൂട്ടായ്മയോട് കൂടിയ ഒരു പരിശ്രമമാണ്, ഉയർന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടി. അപ്പം അതേപോലെ നമ്മൾ ഈ യാഗങ്ങൾ നടത്തുന്ന സമയത്ത് യജ്ഞം മീൻസ് സദുദ്യമം. എന്തിനു വേണ്ടി? ഒന്നൊരു ശ്രേഷ്ഠ ലക്ഷ്യമുണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞതുപോലെ ഒന്നുകിലും മഴ പെയ്യണം, അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ വിശ്വശാന്തി ഉണ്ടാകണം. അപ്പോൾ ഏറ്റവും ഉയർന്ന ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഒരു സദുദ്യമം എല്ലാവരും കൂടെ ചേർന്ന്, ഒരു നാട് ഫുള്ള് ചേർന്നിട്ടാണ് യജ്ഞത്തിൽ പങ്കെടുക്കുക. ആ നാട് മുഴുവൻ ചേർന്ന യജ്ഞത്തിൽ പങ്കെടുക്കുക അർത്ഥം എന്താണ്? ആ നാട്ടിലുള്ളവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സദുദ്യമത്തിൻ്റെ ഫലമാണ് ആ ശാന്തിയുടെ പ്രാപ്തി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ചേർന്ന് സ്വാഹ ചെയ്യണം. എല്ലാവരും സ്വാഹ ചെയ്യണം. ഓരോരുത്തർക്കും സ്വാഹ ചെയ്യണം. നമ്മളുടെ ഓരോരുത്തരുടെ പക്കലും സ്വാഹ ചെയ്യാനുള്ളത് എന്താ? നമുക്ക് സംസ്കൃതം അറിയോ, ശ്ലോകം അറിയോ, ഹവിസർപ്പിക്കാനുള്ള വേദവിധികൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ അതിന് കാർമ്മികത്വം പഠിച്ചവർക്കേ അറിയുള്ളൂ. പക്ഷെ നമുക്ക് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ പരിശ്രമങ്ങളും സദുദ്യമങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു യജ്ഞമാണ്. നമ്മുടെ ജീവിത യാത്രയാകുന്ന ഈ യജ്ഞത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾ നമുക്ക് നല്ല ഫലവത്തായിട്ട് മാറണമെങ്കിൽ നമ്മളും ഓരോരുത്തരും സ്വാഹ ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും പക്കൽ സ്വാഹ ചെയ്യാനുള്ള ചിലതിരിപ്പുണ്ട്. ഹവിസർപ്പിക്കാൻ, അഗ്നിയിലേക്ക് അർപ്പിക്കാൻ. നമ്മുടെ പക്കലിരിക്കുന്ന ഹവിസർപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്തായിരിക്കണം? നമുക്ക് ഹവിസായിട്ട് അർപ്പിക്കേണ്ടത് നമ്മുടെ പക്കലുള്ള വേണ്ടാത്തതെല്ലാം അങ്ങ് ഹവിസായിട്ട് അർപ്പിച്ചാൽ മതി. അതെല്ലാം അങ്ങ് സ്വാഹയായി കഴിയുമ്പോൾ നമ്മളിലെ നന്മകൾ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തൊക്കെ ഹവിസിൽ അർപ്പിക്കും? സാധാരണ നെല്ലും മലരും അല്ലേ, എല്ലാം നെയ്യും എല്ലാം ഹോമകുണ്ഡത്തിലേക്ക് ഒഴിക്കും. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ വേണ്ടാത്തത് എന്തൊക്കെ ഇരിപ്പുണ്ട്? എന്തൊക്കെ ദുശീലങ്ങളുണ്ട്? എന്തൊക്കെ മോശ സ്വഭാവങ്ങളുണ്ട്? ക്രോധത്തിൻ്റെയോ അസൂയയുടെയോ പകയുടെയോ ഇത് ഓരോന്നാണ് നമുക്ക് ഹവിസിൽ അർപ്പിക്കേണ്ടത്. സ്വാഹ. ഈ സ്വാഹ കഴിഞ്ഞാൽ നമ്മുടെ ദുശീലങ്ങളുടെ സ്വാഹ, ദുസ്വഭാവങ്ങളുടെ സ്വാഹ, ദുർവികാരങ്ങളുടെ സ്വാഹ. അതാണല്ലേ ഈ മണ്ഡലകാലത്ത് നടക്കണേ. 41 ദിവസം നമ്മൾ സ്വാഹ ചെയ്യണം, അറിഞ്ഞോ അറിയാതെയോ. മാലയിടുന്നത് മുതൽ ഭക്ഷണകാര്യത്തിൽ സ്വാഹ ചെയ്യുക. ദുശീലങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നോ, എന്തൊക്കെ വേണ്ടാത്ത കഴിച്ചിരുന്നോ കുടിച്ചിരുന്നോ അതെല്ലാം ഭഗവാന്റെ പേരിൽ, വ്രതത്തിൻ്റെ പേരിൽ സ്വാഹ. എന്തൊക്കെ മോശവാക്കുകൾ, കടുത്ത വാക്കുകൾ പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു, വ്രതത്തിൻ്റെ പേരിൽ സ്വാമി അയ്യപ്പനാണ് സ്വാഹ. അപ്പോൾ ഈ 41 ദിവസം എന്താ നടക്കണേ? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു യജ്ഞം നടക്കുകയാണ്, ഒരു യാഗം നടക്കുകയാണ്, അതിൽ സ്വാഹ നടക്കുകയാണ്. ആ സ്വാഹയുടെ പരിണിത ഫലമാണ് യജ്ഞ സംസ്കാരം. സദുദ്യമത്തിലൂടെ നമുക്കൊരു സംസ്കാരം ഉണ്ടാക്കുകയാണ്. നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ, പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം നടക്കുകയാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താ? ഞാനത് ചോദിക്കണം പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ സ്വാഹ ചെയ്യുന്നു, അഗ്നികുണ്ഡം, ഇതെല്ലാം പറയില്ല, ഇതിലെല്ലാറ്റില്ല അഗ്നിയിലാണ് സമർപ്പിക്കുന്നതല്ല. അത് എന്തുകൊണ്ട്? ഇപ്പോൾ പഞ്ചതത്വങ്ങൾ വേറെയുണ്ട്, വെള്ളത്തിലാവാം ഇല്ലേ,
അപ്പോൾ എന്തുകൊണ്ട് അഗ്നിയിൽ സമർപ്പിക്കുന്നു? അഗ്നി തത്വത്തിൻ്റെ മാത്രം ഒരു വിശേഷത എന്താണ്? നമ്മൾ സാധാരണ അഗ്നിയിലേക്കൊരു വസ്തു ഇട്ട് കൊടുത്ത് നോക്കൂ, 2 പ്രോസസ്സാണ് നടക്കണം. ചില സാധനങ്ങളെല്ലാം കത്തി എരിഞ്ഞു പോവും, കത്തിച്ചാമ്പലായി പോവും. ചില വസ്തുക്കൾ ഷേപ്പ് മാറി വരും. ഇപ്പം സ്വർണം അഗ്നിയിലിടുമ്പോൾ എന്താ സംഭവിക്കണേ? സ്വർണം കത്തില്ല, പക്ഷെ ചിലത് അതിൽ നിന്ന് പോകും. എന്തു പോകും? അഴുക്ക് പോവും. അഴുക്ക് പോവും. അപ്പോൾ സ്വർണ്ണപ്പണിക്കാരന് അഗ്നിയിൽ നടക്കുന്നത് എന്താണ്? സ്വഹ പ്രക്രിയ ആകുന്നത് അഴുക്ക് സ്വഹയായി പോവാണ്. അവിടെ ഉരുകി കിട്ടുന്നത് ശുദ്ധ സ്വർണ്ണമാണ്. അതേപോലെ ഭഗവാൻ സ്വർണ്ണപ്പണിക്കാരനെ പോലെ വന്ന് നമ്മളെ എല്ലാവരെയും ഒരു അഗ്നിയിലേക്ക് സ്വഹ ചെയ്യിക്കുകയാണ് നമ്മളെ കൊണ്ട്. കാരണം ആത്മാവ് ഒരു സ്വർണം പോലെയാണ്. ആത്മാവാകുന്ന സ്വർണത്തിൽ കുറച്ച് അലോയ് ഉണ്ട്, ഇപ്പോൾ ക്ലാവുകളുണ്ട്. അപ്പോൾ ഈ 41 ദിവസം നമ്മളെ ഈ യാഗ സംസ്കാരത്തിൽ കൂടി കൊണ്ടുപോവാണ്. എല്ലാ തരത്തിലുള്ള വ്രതശുദ്ധിയോടു കൂടിയ, ത്യാഗത്തോടു കൂടിയ, തപസ്യയോടു കൂടിയ ദിനചര്യയിൽ എന്താ നടക്കണേ? നമ്മുടെ ഉള്ളിൽ യാഗാഗ്നി ജ്വലിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ അറിവുകൾ കൊണ്ട് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകും. ജ്ഞാനത്തിൻ്റെ അഗ്നി ജ്വലിപ്പിച്ച് തരിക, യോഗാഗ്നി, ഈശ്വര സ്നേഹം, ഈശ്വരൻ്റെ ഓർമ്മ. ആ ഓർമ്മയുടെ അഗ്നിയിൽ ഈ സ്വാഹ പ്രക്രിയ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 41 ദിവസത്തിൽ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ആനന്ദം ഉണ്ടാകണം. സ്വാമി പറഞ്ഞില്ലേ, പെട്ടതുള്ളുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കൊരു ആനന്ദമാണ്, ഒരു നിർവൃതി, ഒരു ലഹരി വരിക. ലഹരി എവിടെ നിന്ന് വന്നതാ? ആ സ്ഥലത്ത് വന്നപ്പോൾ പെട്ടെന്നുണ്ടായതല്ല. പിന്നെയും ഈ 41 ദിവസത്തെ ദിനചര്യയിലൂടെ കടന്നു വരുന്നതിൻ്റെ ഒരു ആനന്ദമാണത്. കാരണം നമ്മുടെ ഉള്ളിൽ സ്വാഹ നടന്നതിൻ്റെ പ്രത്യക്ഷ പ്രമാണമാണത്. നമ്മുടെ ഉള്ളിൽ അലോയ് കത്തിപ്പോയി. ഈ അഗ്നിയിൽ, നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഈ അഗ്നിയിൽ, ശുദ്ധ ജീവിതത്തിൻ്റെ അഗ്നിയിൽ എന്ത് സംഭവിക്കുകയാണ്? അശുദ്ധി കത്തിപ്പോയി. അപ്പം കർപ്പൂരാഴി നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത് അതാണ്. നമ്മുടെ ഉള്ളിൽ ഈ ആഴി, ഈ അഗ്നി അണയാത്തൊരു തീപ്പരി പോലെ നമ്മുടെ ഉള്ളിൽ ഇത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതിൽ നമ്മൾ നിത്യേന സ്വാഹ നടത്തിക്കൊണ്ടിരിക്കണം, നിത്യേന സ്വാഹ. കാരണം എന്തെങ്കിലും ദുരഭിമാനത്തിൻ്റെ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ, നമ്മൾ പാമ്പ് തല പുറത്തേക്ക് ഇടുന്നത് പോലെ ചില സമയത്ത് ഏതെങ്കിലും ഒരു ദുസ്വഭാവം പുറത്തേക്ക് വരും. ഈ രാവണൻ്റെ സീരിയലൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, രാവണൻ്റെ ഒരു തല അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അടുത്ത തല വന്നു ചേരും. ഇന്ന് നമ്മൾ വിചാരിക്കും ഞാൻ ക്രോധത്തെ ജയിച്ചു. പിന്നെ ചിലപ്പോൾ ഓഫീസിൽ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒന്ന് ചെയ്തു, അപ്പോഴാണ് ഒരു തല പുറത്തേക്ക് വീണ്ടും വരുന്നത് കാണാം. നമ്മൾ വിചാരിച്ച് സ്വാഹ ചെയ്തു, ഞാൻ മലയ്ക്ക് പോയി ഭഗവാന്റെ അടുത്ത് എല്ലാം സ്വാഹ ചെയ്തിട്ട് കർപ്പൂര ആഴിയിൽ ഞാൻ എല്ലാം കത്തിച്ചിട്ട് വന്നു. പക്ഷെ തിരിച്ച് മല ഇറങ്ങുന്ന സമയത്ത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലും വന്ന് അറിയാതെ അവരുടെ കാല് നമ്മുടെ കാലിൽ കൊണ്ടുവല്ലേ നമുക്കൊരു ചവിട്ട് കിട്ടിയ ഉടനെ നമ്മളെങ്ങനെ തിരിച്ച് പ്രതികരിക്കുക? അവർ ചവിട്ടിയത് അറിയാതായിരിക്കും, പക്ഷെ നമുക്ക് വേദനിച്ചു കഴിഞ്ഞാലോ നമുക്ക് ദേഷ്യം വരും. മറിച്ച് ഈ വ്രതകാലത്താണെങ്കിൽ സോറി അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അതിനുള്ളൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ കട്ട് ചെയ്ത തല തിരിച്ചു വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സ്, സ്വാഹ പ്രോസസ്സ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ ഈ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം, യോഗത്തിൻ്റെ ആവശ്യം, ധ്യാനം. ആ സ്വഹ പ്രക്രിയയാണ് അതിൽ നടത്തുന്നത്. യോഗാഗ്നി എന്നല്ലേ പറയണേ. എപ്പോഴാണോ നമ്മൾ ആത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്കണേ, പരമാത്മ സ്മൃതിയിൽ എന്താ സംഭവിക്കണേ? യോഗാഗ്നി, അതിൽ ഈ ക്ലീനിങ് പ്രോസസ്സ് നടക്കുക. അത് ഈ സ്വർണത്തിലുള്ള ക്ലാവുകൾ ഉരുകിപ്പോകുന്നത് കാണാം. നമ്മൾ ആത്മാവ് ശുദ്ധ സ്വർണ്ണമായിട്ട് മാറും. ബാൻജി, ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു യോഗാഗ്നിയെ വളർത്തി, ആ യോഗാഗ്നിയിൽ ഞങ്ങളുടെ ദുശീലങ്ങളെല്ലാം സ്വാഹ ചെയ്താൽ അതിൻ്റെ ഒരു ഫലം ഞങ്ങൾക്ക് തന്നെ അനുഭവത്തിലുണ്ടാകും എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഈ വ്രതകാലത്തിലുള്ള ഈ അനുഭൂതി അത് എപ്പോഴും ഞങ്ങളത് നിലനിന്ന് കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? തീ അണയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ഇന്ധനം വേണം. അപ്പോൾ ആ ഇന്ധനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഇന്ധനം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന തീ കെടില്ല. വിളക്ക് പോലും നോക്കൂ, നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചു, വിളക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം കരിന്തിരി എരിയാം. എപ്പോൾ? എണ്ണ തീരുമ്പോൾ. എണ്ണ തീർന്നു. അപ്പോൾ എണ്ണ തീരാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കരിന്തിരി എരിയാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ വിളക്ക് എത്ര നേരം വേണോ കത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ കൊടുക്കേണ്ട എന്താണ്? നമുക്ക് വേണ്ടത് ജ്ഞാനത്തിൻ്റെ ഇന്ധനമാണ്.
അതാണ് സത്സംഗത്തിലൂടെ നമുക്ക് കിട്ടണത്. ഇപ്പം നോക്കൂ, നമ്മളിപ്പോൾ ഡെയിലി സത്സംഗത്തിൽ വരുന്നു. ഇപ്പം സ്വാമിമാർക്ക് തന്നെ അറിയാം, ഈ 41 ദിവസത്തെ ദിനചര്യയിൽ നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു നമുക്ക് ഈ ഭജനയ്ക്കൊപ്പം സത്സംഗവും കൂടി വേണം, ജ്ഞാനചർച്ചയും കൂടി വേണം, ആധ്യാത്മിക വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം, അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കണം. നമ്മൾ ശബരിമല യാത്ര ശരി പോകുന്നു വരുന്നു, അതിനോടൊപ്പം ജീവിതയാത്രയിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആധ്യാത്മിക ജ്ഞാനത്തെ ഉപയോഗിക്കും. കാരണം ഈ ജ്ഞാനം എണ്ണയുടെ ജോലി ചെയ്യും, അത് നമ്മുടെ ഈ ആത്മദീപത്തെ ജ്വലിപ്പിക്കാൻ സഹായിക്കും. കാരണം ശരീരം വിളക്കല്ലേ, ഇതിലെ ദീപമല്ലേ ആത്മാവ്. ആത്മാവിൽ ഈ ദീപം കത്തി നിൽക്കണം. ദീപം കത്തി നിൽക്കാത്ത നമ്മുടെ കോൺഷ്യസ്നെസ് ഓൾവേസ് അലേർട്ടായിട്ടിരിക്കണം നമുക്ക്. അപ്പം മാത്രമേ ഈ സ്മൃതി കൊണ്ട് നമുക്ക് നമ്മളെ അലേർട്ടാക്കി വെക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം നടക്കുള്ളൂ. ഒരു സംസ്കരണ പ്രക്രിയയാണ്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് സക്സസ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ തീ അണയാതെ സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട്. അത് എന്താ അങ്ങനെ പറയാം? അണയാതെ സൂക്ഷിക്കുക അർത്ഥം എന്താണ്? അത് കെടാതിരിക്കണമെങ്കിൽ അത് എൻ്റെ ഉള്ളിലെ ഇച്ഛാശക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ വേണ്ട വിചാരിച്ചാൽ വേണ്ട, വേണം വിചാരിച്ചാൽ വേണം. നമുക്ക് സമയം ഉണ്ടായിട്ടല്ലേ. ഇപ്പോൾ സ്വാമിമാരെങ്ങനെ സമയം കണ്ടെത്തി നമ്മൾ ഈ ജ്ഞാനചർച്ചയിൽ പങ്കെടുക്കുന്നു, കേൾക്കുന്നു, നിങ്ങൾ സംശയം ചോദിക്കുന്നു, സിസ്റ്റർക്ക് ജീവിതത്തിൽ ലഭിച്ച അറിവുകൾ അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കണോ, നിങ്ങൾ നിങ്ങളുടെ അനുഭവം നമ്മളോടൊപ്പം പങ്കുവയ്ക്കണോ. അപ്പം നമ്മൾ ഇതിന് സമയം കണ്ടെത്തി. എന്തുകൊണ്ട്? ഉള്ളിൽ ഇച്ഛാശക്തി വന്നു, അറിയണം, ചെയ്യണം, വേണം, മാറണം. അപ്പം ആ ഒരു ദൃഢത നമ്മുടെ ഉള്ളിൽ വരണം, ആ ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യണം. കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇച്ഛാശക്തി ഉണ്ട്, അതിനെ നമ്മൾ സദുപയോഗം ചെയ്യുന്നു എന്ന് മാത്രം. അതിൻ്റെ ഫലമായിട്ട് എന്താവും? നമ്മുടെ ബുദ്ധിക്ക് ശക്തി കിട്ടും. നമ്മുടെ ഉള്ളിൽ ഈ യോഗാഗ്നി അണയാതെ സൂക്ഷിക്കുന്നത് കാരണം നമുക്ക് നിത്യേന ഈ സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. സ്വഭാവ സംസ്കാരങ്ങളുടെ ഈ സംസ്കരണത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ പക്വപ്പെടുത്താൻ പറ്റും. അഗ്നി അതല്ലേ ചെയ്യണേ. ഒരു ഇഷ്ടിക നമ്മൾ നോക്കുക എങ്ങനെയാണ് പാകപ്പെടുത്തിയെടുക്കണേ? പച്ചമണ്ണ, അത് ചൂളയിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കണേ? പാകപ്പെട്ട ഇഷ്ടികയായിട്ട് പുറത്തു വരുന്നു. ഇനി ചൂളയ്ക്കുള്ളിൽ വെച്ചിട്ടും പാകപ്പെടാതെ ആയി കഴിഞ്ഞാൽ നമുക്കറിയില്ല, ചൂള പൊളിക്കുമ്പം കണ്ടിട്ടില്ലേ ചില ഇഷ്ടികകളൊക്കെ പച്ചക്കല്ലായിരിക്കും, പൊട്ടിപ്പോവും. അത് നമ്മൾ യൂസ് ചെയ്യില്ല, അത് വാങ്ങില്ല പൈസ കൊടുത്ത്. ആൾക്കാർ തിരഞ്ഞു പറയും ഇത് പാകപ്പെടാത്ത കല്ല ഞങ്ങൾക്ക് വേണ്ട. കാരണം ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? പാകപ്പെട്ട ഇഷ്ടികകൾ വേണം. നമ്മുടെ ജീവിതം എന്താ? ഒരു ബിൽഡിംഗ് അല്ലേ. ഈ ബിൽഡിങ് കെട്ടിപ്പടുക്കാനും നമുക്കെന്താ വേണ്ടേ? പാകപ്പെട്ട ഇഷ്ടികകളാണ് വേണ്ടേ. അപ്പം ജീവിതയാത്രയിൽ നമുക്ക് പക്വപ്പെട്ടവരായിട്ട് മാറണം. അപ്പം ഈശ്വരീയ ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം, യോഗം അഥവാ ധ്യാനം, ഇതൊരു ചൂളയുടെ ജോലിയെ ചെയ്യണേ. അപ്പം ഈ മണ്ഡലകാലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ ഇരിക്കണേ? ചൂളയ്ക്കുള്ളിലൂടെ കടന്നു പോവാണ്. ജ്ഞാനം, ധ്യാനം ഒരു ചൂളയ്ക്കുള്ളിൽ എന്നതുപോലെ നമ്മളെ പക്വപ്പെടുത്തും. അതാണ് യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ജ്ഞാനത്തിലൂടെ, ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ പരിപക്വ സംസ്കാരം, പരിപക്വ സ്വഭാവം, പരിപക്വ വ്യക്തിത്വം, മാനസികമായിട്ടുള്ള പരിപക്വത, വൈകാരികമായിട്ടുള്ള പരിപക്വത, ബുദ്ധിയുടെ പരിപക്വത, സാമൂഹിക ജീവിതത്തിൻ്റെ പരിപക്വത, ആ മെച്യൂർഡ് ലൈഫ് നമുക്ക് ജീവിതത്തിൽ പ്രാപ്തമാക്കും. ബഹൻജി, ജ്ഞാനമാകുന്ന ഇന്ധനമൊഴിച്ച് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന യോഗകുണ്ടത്തിൽ എല്ലാം സ്വാഹ ചെയ്താൽ ഈ പറഞ്ഞ പരിപക്വത സ്റ്റേജിൽ നമ്മൾ എത്താൻ പറ്റും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. ഓം ശാന്തി. വ്രതപുണ്യം തുളുമ്പി നിൽക്കുന്ന മണ്ഡലമാസത്തിലെ പ്രഭാതങ്ങളിലും സന്ധ്യകളിലും അയ്യപ്പ ഭക്തന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മണ്ഡലമാസ സത്സംഗം. മണ്ഡലകാല സത്സംഗത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി.